ഹായ് ഗൈസ് ആൻഡ് വെൽക്കം ടു ബെസ്കാ പിക്സ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പ് 4 അപ്കമിങ് കാർസ് ആണ്. അപ്കമിങ് കാർസ് എന്ന് പറയുമ്പോൾ ഏപ്രിൽ മെയ് എന്ന ഈ 2 മാസത്തിൻ്റെ ടൈം പീരീഡിൽ വരാൻ പോകുന്ന 4 പുതിയ കാറുകളാണ്. ആൻഡ് ഈ 4 പുതിയ കാറുകളുടെ സിമ്പിളായിട്ട് നോക്കാനല്ല, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനാണ്. അത് ഏതൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം. ഏതായാലും ആദ്യത്തെ വാഹനം സ്കോഡ ഒക്ടാവിയ ആണ്. ഒക്ടാവിയയുടെ പുതിയൊരു ജനറേഷൻ അപ്ഡേറ്റ് തന്നെയാണ് ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നത്. ആൻഡ് ഒരുപാട് ഫീച്ചേഴ്സും പുതിയ എഞ്ചിൻ ഓപ്ഷൻസും എല്ലാം ഈ ഒരു വാഹനത്തിലും അവൈലബിൾ ആയിരിക്കും. ഇനി ഇതിൻ്റെ മറ്റുള്ള ഡീറ്റെയിൽസ് എല്ലാം കൂടുതലായിട്ട് നോക്കാനാണെങ്കിൽ എക്സ്റ്റീരിയർ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ LED ഹെഡ് ലാംപ്സ്, LED ടെയിൽ ലാംപ്സ്, LED ഫോഗ് ലാംപ്സ് ആൻഡ് LED DRLs തുടങ്ങിയ ഫീച്ചേഴ്സ് എല്ലാം അവൈലബിൾ ആണ്. ആൻഡ് എക്സ്റ്റീരിയർ ലുക്സിൽ ഇനിയും നമുക്ക് 18 ഇഞ്ചസിൻ്റെയും 17 ഇഞ്ചസിൻ്റെയും ഡയമണ്ട് കട്ട് അലോയ് വീൽസിൻ്റെ ഓപ്ഷണലായിട്ട് വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ ബട്ടർഫ്ലൈ ഗ്രില്ലാണെങ്കിലും കുറച്ചും കൂടെ ഒന്ന് വലിയ സൈസിലാണ് വന്നിരിക്കുന്നത്. ഇൻറ്റീരിയറിൽ വന്നിരിക്കുന്ന ഫീച്ചേഴ്സ് നോക്കാനാണെങ്കിൽ 10 ഇഞ്ചസിൻ്റെ ടച്ച് സ്ക്രീൻ ഫോർ ടീം സിസ്റ്റം, 10.25 ഇഞ്ചസിൻ്റെ സ്കോഡയുടെ വെർച്വൽ കോക്പിറ്റ്, 3 സോൺ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എയർ കണ്ടീഷനിങ്, അതായത് 3 സോണിൽ നമുക്ക് വേണ്ട ക്ലൈമറ്റ് നമുക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആൻഡ് ഫോൾഡബിൾ ORVMs, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എയർ കണ്ടീഷനിങ് നമ്മൾ നേരത്തെ പറഞ്ഞു. പിന്നെ വയർലെസ് ഫോൺ ചാർജിങ്, ഫ്രണ്ട് വെന്റിലേറ്റഡ് സീറ്റ്സ്, വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആൻഡ് ആപ്പിൾ കാർപ്ലേ, ഓട്ടോ ഡിമിംഗ് IRVMs, ഇതുപോലുള്ള ഫീച്ചേഴ്സ് എല്ലാം ഈ വാഹനത്തിൽ എന്തായാലും അവൈലബിൾ ആയിരിക്കും. പിന്നെ അതിന് പുറമെ ഒരു പാനറോമിക് സൺറൂഫ് അല്ലാത്തൊരു സിമ്പിൾ ഇലക്ട്രിക് സൺറൂഫ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഇതിന് മറ്റുള്ള എഞ്ചിൻ ഓപ്ഷൻസ് ഒക്കെ നോക്കാനാണെങ്കിൽ 2 എഞ്ചിൻ ഓപ്ഷൻസിൽ വരാനുള്ള സാധ്യതയുണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. ബേസിക്കലി ഒരു 2 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ ആയിരിക്കും വരാൻ പോകുന്നത്. ആക്ച്വലി രണ്ടും പെട്രോൾ തന്നെയാണ്. ഒന്ന് ഒരു 2 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ ആയിരിക്കും. അതിൻ്റെ പവർ 190 PS, ടോർക്ക് വരുന്നത് 320 Nm ആയിരിക്കും. ഇതിൻ്റെ തന്നെ ഒരു VRS മോഡൽ വരാനാണെങ്കിൽ അത് നമുക്ക് ഇന്ത്യയിൽ അവതരിപ്പിക്കുമെന്ന് പറയാൻ പറ്റില്ല. എന്നാലും അത് അവതരിപ്പിക്കുകയാണെങ്കിൽ അത്യാവശ്യം പവറിൻ്റെ കാര്യത്തിലാണെങ്കിലും ടോർക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇൻക്രീസ് വരും. അതിന് പുറമെ ഒരു 1.5 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനും വരാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ പവർ നിങ്ങൾക്കറിയാം 150 PS ആണ്. ആൻഡ് ടോർക്ക് വരുന്നത് 240 Nm ആണ്. ഈ വാഹനത്തിൻ്റെ എക്സ്പെക്റ്റഡ് പ്രൈസ് 20 lakhs എന്ന് സ്റ്റാർട്ട് ചെയ്ത് ഓൾമോസ്റ്റ് 25 അല്ലെങ്കിൽ 30 lakhs വരെ പോകാനാണ് മാക്സിമം. ആൻഡ് ഇത് ഒബ്വിയസ്ലി എക്സ്പെക്റ്റഡ് പ്രൈസസ് ആണ്. എന്തായാലും ഈ വാഹനത്തിൻ്റെ ലോഞ്ച് വരുന്നത് നിങ്ങൾക്കറിയാം ഏപ്രിലിൽ ഈ വാഹനത്തിൻ്റെ പ്രൈസ് അനൗൺസ് ചെയ്യും. ഏപ്രിൽ അല്ലെങ്കിൽ മാക്സിമം മെയിൽ ഈ വാഹനത്തിൻ്റെ പ്രൈസ് അനൗൺസ് ചെയ്യും. എന്തായാലും നമ്മുടെ അടുത്ത വാഹനം സെൽട്ടോസിൻ്റെ ഒരു പുതിയ ഫേസ് ലിഫ്റ്റ് മോഡലാണ്. കിയ ഒരുപാട് കാലമായി ഈ വാഹനം ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കാലം എന്ന് പറയുമ്പോൾ റീസെൻ്റ്ലി ഒരു 1 month ബാക്ക് ഇവർ ഈ വാഹനം ടീസ് ചെയ്തിരുന്നു. എന്തായാലും ഇതിൻ്റെ ഫീച്ചേഴ്സും മറ്റുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ തന്നെ നോക്കാം. ഞാൻ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് കാണണമെങ്കിൽ ജസ്റ്റ് ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ആ വീഡിയോസൊക്കെ കാണാം. സെൽട്ടോസിൻ്റെ ഗ്രാവിറ്റി എഡിഷൻ ഇന്ത്യയിലേക്ക് വരും എന്ന് പറയപ്പെടുന്നുണ്ട്. ആൻഡ് അത് വരികയാണെങ്കിൽ അതിൽ പാനറോമിക് സൺറൂഫ് ഇതുപോലുള്ള ഫീച്ചേഴ്സ് എല്ലാം ആഡപ്പ് ആവും. ബേസിക്കലി പുതിയ ഒരു കിയയുടെ ലോഗോ ആണ് ഇതിൽ ആഡപ്പ് ആവാൻ പോകുന്നത്. ഇനി ഗ്രാവിറ്റി എഡിഷൻ വരികയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു പാനറോമിക് സൺറൂഫ് ആഡപ്പ് ആവും, 18 ഇഞ്ചസിൻ്റെ ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആഡപ്പ് ആവും. ആൻഡ് ഡിസൈനർ വൈസ് ആണെങ്കിലും ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ചേഞ്ചസ് എക്സ്റ്റീരിയറിലും ഇൻറ്റീരിയറിലും ഒക്കെ ചെയ്യുന്നുണ്ട്. എക്സ്റ്റീരിയറിൽ ആക്ച്വലി ഈ ക്രോം ട്രീറ്റ്മെൻറ്റിന് പകരം പ്യുവർ സിൽവർ ട്രീറ്റ്മെൻറ്റ് ആയിരിക്കും അവർ പല സ്ഥലങ്ങളിലും കൊടുക്കുന്നത്. അതായിരിക്കും ബേസിക്കായിട്ട് വരാൻ പോകുന്നൊരു ചേഞ്ച്. മറ്റുള്ള ചേഞ്ചസ് ഒക്കെ ആക്ച്വലി ബാക്കിയുള്ള ചേഞ്ചസ് ഒക്കെ മിനിമലാണ്. എന്തായാലും ഗ്രാവിറ്റി എഡിഷനിൽ വരാൻ പോകുന്ന ചേഞ്ചസ് ഇതൊക്കെയാണ്. ഇനി നോർമൽ സെൽട്ടോസിൻ്റെ ഫേസ് ലിഫ്റ്റ് മോഡൽ വരികയാണെങ്കിലല്ല അതെന്തായാലും വരും. 27th ഏപ്രിലാണ് ആ വാഹനത്തിൻ്റെ അൺവീലിംഗ് അവരിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. വിത്ത് പ്രൈസ് ആണ്, ജസ്റ്റ് അൺവീലിംഗ് ആയിരിക്കില്ല. എന്തായാലും നോർമൽ സെൽട്ടോസിൻ്റെ ഫേസ് ലിഫ്റ്റ് മോഡൽ വരാൻ പോകുന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഇവരുടെ പുതിയ ലോഗോ ആണ്. അത് നിങ്ങൾക്കറിയാമായിരിക്കും. കിയയുടെ പുതിയൊരു ലോഗോ അവർ കഴിഞ്ഞ വർഷം അവതരിപ്പിച്ചതാണ്. പക്ഷേ ഇന്ത്യയിൽ സെൽട്ടോസിൻ്റെ പുതിയ മോഡലിലൂടെ ആയിരിക്കും അത് അവതരിപ്പിക്കാൻ പോകുന്നത്. ആൻഡ് ഇതിൻ്റെ സെൽട്ടോസിൻ്റെ ഫേസ് ലിഫ്റ്റ് മോഡൽ ഒരു പാനറോമിക് സൺറൂഫ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതവർ കൊണ്ടുവരുമെന്ന് നമുക്കറിയില്ല. എന്തായാലും കൊണ്ടുവരുവാണെങ്കിൽ നല്ലതായിരിക്കും. ബിക്കോസ് ക്രെറ്റയായിട്ട് കോമ്പീറ്റ് ചെയ്യുമ്പോൾ ക്രെറ്റയിൽ വരുന്നുണ്ട് പാനറോമിക് സൺറൂഫ്. ഈ സെഗ്മെൻറ്റിൽ ആക്ച്വലി ക്രെറ്റയിൽ മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ എന്നാലും പല ആൾക്കാരും സെൽട്ടോസ് ഡ്രോപ്പ് ചെയ്ത് ക്രെറ്റയിലേക്ക് പോകാനുള്ളൊരു കാരണം ഈ ഒരു പാനറോമിക് സൺറൂഫാണ്. അതുകൊണ്ട് അത് അവർക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. ബാക്കിയുള്ള ഫീച്ചേഴ്സ് എല്ലാം സെയിം ആയിരിക്കും. ആക്ച്വലി ഫീച്ചേഴ്സ് ആണെങ്കിലും എഞ്ചിൻ ഓപ്ഷൻസ് ആണെങ്കിലും എല്ലാം സെയിം തന്നെയായിരിക്കും. അതായത് സെയിം 1.5 ലിറ്റർ പെട്രോൾ, 1.5 ലിറ്റർ ഡീസൽ ആൻഡ് 1.4 ലിറ്റർ ടർബോ പെട്രോൾ. ഇതിൻ്റെ പവർ ഫിഗേഴ്സ് ഒക്കെ എന്തായാലും നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇതിന് മുമ്പ് നമ്മൾ കണ്ട് പരിചയമുള്ള എഞ്ചിനുകളാണ് ഇതൊക്കെ. എന്തായാലും എഞ്ചിൻ ഓപ്ഷൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും പ്ലാറ്റ്ഫോമിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റുള്ള ചേഞ്ചസ് ആണെങ്കിലും ഇനിയിപ്പോൾ സേഫ്റ്റി ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നും ഈ ഒരു വാഹനത്തിൽ ഇനി വരാനില്ല. ചേഞ്ചസ് വരാൻ പോകുന്നത് ഞാൻ പറഞ്ഞു എക്സ്റ്റീരിയറിലും കുറച്ച് മൈന്യൂട്ട് ആയിട്ടുള്ള ഫീച്ചേഴ്സിലാണ്. ഇനി എന്തായാലും അടുത്ത വാഹനം ഹ്യുണ്ടായി അൽക്കസാർ ആണ്. അൽക്കസാറും ഹ്യുണ്ടായി ഒരുപാട് കാലമായിട്ട് ഇപ്പോൾ ടീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ വാഹനത്തിൻ്റെ ഞാൻ പറഞ്ഞു ലോഞ്ച് അല്ല ഈ മാസം വരാൻ പോകുന്നത്. ആക്ച്വലി ഇതിൻ്റെ ഒരു ഗ്ലോബൽ പ്രീമിയർ ആയിരിക്കും ഈ മാസം വരാൻ പോകുന്നത്. ഗ്ലോബൽ പ്രീമിയർ എന്ന് പറയുമ്പോൾ ഈ വാഹനം അവർ ഷോക്കേസ് ചെയ്യും. ഇതുവരെ ഹ്യുണ്ടായി ഈ വാഹനം നമുക്ക് കംപ്ലീറ്റ്ലി അൺവീൽ ചെയ്ത് കാണിച്ചിട്ടില്ല. അതായത് ക്യാമഫ്ലാഷ് അല്ലാതെ കാണിച്ചിട്ടില്ല. അത് ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം എന്തായാലും സംഭവിക്കും. ദാറ്റ് ഈസ് എ ഗ്ലോബൽ പ്രീമിയർ. ആക്ച്വലി 6th ഏപ്രിലിന് ഈ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പുറത്തുവിട്ടതാണ്, ഇതിൻ്റെ എഞ്ചിൻ സ്പെസിഫിക്കേഷൻസും മറ്റുള്ള കാര്യങ്ങളും എല്ലാം. പക്ഷേ വാഹനം ഇതുവരെ നമ്മളെ കറക്റ്റായിട്ട് ഷോക്കേസ് ചെയ്തിട്ടില്ലായിരുന്നു. അതെന്തായാലും ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം നടക്കുന്നതായിരിക്കും.
പ്രൈസൊക്കെ വരാൻ കുറച്ചും കൂടെ ലേറ്റ് ആവാനാണ് സാധ്യത. പ്രൈസ് എനിക്ക് തോന്നുന്നു അറൗണ്ട് ജൂൺ ജൂലൈ ആ ഒരു ടൈം പീരീഡിൽ തന്നെ വരുമായിരിക്കും. ഇനി ഇതിൻ്റെ എഞ്ചിൻ ഓപ്ഷൻസ് ആണെങ്കിൽ 2 ലിറ്റർ പെട്രോൾ ആൻഡ് ഒരു 1.5 ലിറ്റർ സെയിം ഡീസൽ എഞ്ചിൻ തന്നെയായിരിക്കും വരാൻ പോകുന്നത്. ഈ 2 എഞ്ചിൻ ഓപ്ഷൻസ് ആണ് ഈ വാഹനത്തിൽ വരാൻ പോകുന്നത്. ആൻഡ് ഫീച്ചേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനാണെങ്കിൽ 360 ഡിഗ്രി ക്യാമറ, ഫ്രണ്ട് വെന്റിലേറ്റഡ് സീറ്റ്സ്, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആൻഡ് ഫോൾഡബിൾ ഓവർ വീംസ്, 18 ഇഞ്ചസിൻ്റെ ഡയമണ്ട് കട്ട് അലോയ് വീൽസ്, പാനോറാമിക് സൺറൂഫ്, ഇതുപോലുള്ള സേഫ്റ്റി ഫീച്ചേഴ്സും മറ്റുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഒബ്വിയസ്ലി അൽക്കസാർ എന്ന് പറയുന്ന ക്രെറ്റയുടെ തന്നെ ഒരു 7 സീറ്റർ വേർഷനാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഫ്രണ്ട് പ്രൊഫൈൽ അങ്ങനെ കാര്യമായിട്ടുള്ളൊരു ചേഞ്ചസ് നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല, എക്സെപ്റ്റ് ഫോർ ദി LED ഫോഗ് ലാംപ്സ്. ഈ ഒരു വാഹനത്തിൽ LED ഫോഗ് ലാംപ്സ് അവൈലബിൾ ആണ്. അത് ക്രെറ്റയിൽ അവൈലബിൾ അല്ലായിരുന്നു. ക്രെറ്റയിൽ ഒരു സിമ്പിൾ ഹാലജൻ ഫോഗ് ലാംപ്സ് ആയിരുന്നു, അതായത് യെല്ലോ ഫോഗ് ലാംപ്സ് ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇതിലേക്ക് വരുമ്പോൾ അത് LED ഫോഗ് ലാംപ്സ് ആക്കി അവർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ എക്സെപ്റ്റ് ദാറ്റ് എല്ലാ കാര്യങ്ങളും ഫ്രണ്ട് പ്രൊഫൈലിൽ ഓൾമോസ്റ്റ് സെയിം ആണ്. കുറച്ച് ഗ്രില്ലിൻ്റെ സൈസ് കൂട്ടിയിട്ടുണ്ട്, അതല്ലാതെ വേറെ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ റേ പ്രൊഫൈലിൽ ടെയിൽ ലാംപ്സിൻ്റെ ഡിസൈനിലാണെങ്കിലും ഇനി സ്ലോപ്പിംഗ് റൂഫ് ലൈൻ മാറ്റിയിട്ടുണ്ട്, അത് കുറച്ചൊന്ന് ഫ്ലാറ്റ് ആക്കിയിട്ടുണ്ട്, തേർഡ് റോ പാസഞ്ചേഴ്സിനുള്ള സ്പേസ് കൂട്ടാൻ. ഇതുപോലുള്ള കുറച്ച് ചേഞ്ചസ് ഈ വാഹനത്തിൽ വരുത്തിയിട്ടുണ്ട്. വേറെ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നും എക്സ്റ്റീരിയർ ലുക്സിനാണെങ്കിലും ഇൻറ്റീരിയറിലാണെങ്കിലും വരുത്തിയിട്ടില്ല. ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് ക്രെറ്റയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഈ വാഹനത്തെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഈ വാഹനമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് എല്ലാം കാണാം. ആൻഡ് ഇനി നമ്മുടെ അടുത്ത വാഹനത്തിലേക്ക് വരാനാണെങ്കിൽ അത് ബൊലേറോ നിയോ ആണ്. ഇതിപ്പോൾ ഞാനിവിടെ കാണിക്കുന്ന TUV 300 ഫേസ് ലിഫ്റ്റ് മോഡലാണ്. ആക്ച്വലി ഇത് TUV 300 തന്നെ ബേസ് ചെയ്തിരിക്കുന്ന ഒരു മോഡലാണ് ഈ ബൊലേറോ നിയോ എന്ന് പറയുന്നത്. ഇത് അവർ ജസ്റ്റ് ബൊലേറോയ്ക്ക് സെയിലുണ്ട്, TUVക്ക് സെയിലില്ല. അതുകൊണ്ട് ഒരു ജസ്റ്റ് റീനെയിംഡ് വേർഷനായിട്ട് തന്നെ കണക്ക് കൂട്ടാൻ പറ്റുന്ന ഒരു മോഡലാണ് ഇനി അപ്കമ്മിങ് ബൊലേറോ നിയോ എന്ന് പറഞ്ഞ് മഹീന്ദ്ര ഇറക്കാൻ പോകുന്നു. ആക്ച്വലി ചിലപ്പോൾ വിഡ്ത്തിൻ്റെ കാര്യത്തിലോ ലെങ്ത്തിൻ്റെ കാര്യത്തിലോ കുറച്ച് വ്യത്യാസം വന്നേക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു സബ് 4 മീറ്റർ കാറായിട്ട് തന്നെ വെക്കാനാണ് സാധ്യത. അല്ലെങ്കിൽ ടാക്സേഷൻസ് ഒക്കെ കൂടും, മറ്റുള്ള കാര്യങ്ങളിലും ഇൻക്രീസ് വരും. എന്തായാലും ഡിസൈൻ വൈസ് ചെറിയ അപ്ഡേറ്റ്സ് ഒക്കെ അപ്കമ്മിങ് ബൊലേറോ നിയോയിൽ TUV 300 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വന്നേക്കാം. കുറച്ചും കൂടെ ബോൾഡ് ആക്കിയേക്കാം. ഹെഡ്ലൈറ്റ്സിൻ്റെ ഡിസൈൻ ആണെങ്കിലും കുറച്ചും കൂടെ ഒന്ന് വലുതാക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇൻറ്റീരിയർ ക്യാബിൻ സ്പേസ് ആണെങ്കിലും മറ്റുള്ള കാര്യങ്ങളാണെങ്കിലും ഇനി ഫീച്ചേഴ്സ് ആണെങ്കിലും അതിലൊന്നും വലിയ അപ്ഡേറ്റ്സ് വരാനാണ് സാധ്യതയില്ല. ഒരു 7 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം അവൈലബിൾ ആയിരിക്കും. സ്റ്റിയറിംഗ് മോഡൽ ഓഡിയോ കൺട്രോൾസ് അവൈലബിൾ ആയിരിക്കും. ക്രൂസ് കൺട്രോൾ പോലുള്ള ഫീച്ചേഴ്സൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അപ്കമ്മിങ് ബൊലേറോ നിയോയിൽ. ബട്ട് ഐ ഡോണ്ട് തിങ്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എയർ കണ്ടീഷനിങ് വരുമെന്ന്. അത് വന്നാൽ നല്ലതായിരിക്കും. പക്ഷേ ഇപ്പോൾ തൽക്കാലത്തേക്ക് കൺഫർമേഷൻസ് ഒന്നുമില്ല. 15 അല്ലെങ്കിൽ 16 ഇഞ്ചസിന് ഡയമണ്ട് കട്ട് അലോയ് വീൽസ് അല്ലെങ്കിൽ സിമ്പിൾ അലോയ് വീൽസ്. ചിലപ്പോൾ ഡയമണ്ട് കട്ട് ആയിരിക്കും, പക്ഷേ ചിലപ്പോൾ സിമ്പിൾ അലോയ് വീൽസും ആവാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും അതിനെക്കുറിച്ചൊന്നും നമുക്കിതൊരു കൺഫർമേഷൻസ് ലഭിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റാത്തത്. എഞ്ചിൻ ഓപ്ഷൻസിൻ്റെ കാര്യത്തിൽ കൺഫർമേഷൻ ലഭിച്ചിട്ടുണ്ട്. 1.5 ലിറ്റർ ടർബോ ഡീസൽ എഞ്ചിനായിരിക്കും ഇതിൽ വരാൻ പോകുന്നത്. 100 PS പവറും 240 ന്യൂട്ടൺ മീറ്റേഴ്സിൻ്റെ ടോർക്കും ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആയിരിക്കും. ഇനി മറ്റുള്ള ഫീച്ചേഴ്സ് ആണെങ്കിലും ഇപ്പോൾ ഇൻറ്റീരിയർ ക്യാബിൻ്റെ ഡിസൈൻ ആണെങ്കിലും അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചെറിയ അപ്ഡേറ്റ്സ് ഒക്കെ വന്നേക്കാം. ഈ ഒരു വാഹനത്തിൽ വരുന്ന ആക്ച്വലി ഡ്യുവൽ ടോൺ ഇൻറ്റീരിയേഴ്സ് ആണ്, അത് മാറ്റി ഇനി അവർ സിംഗിൾ ടോൺ ആക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇതൊരു 7 സീറ്റർ SUV ആയിരിക്കും അപ്കമ്മിങ് ബൊലേറോ നിയോ. അക്കാര്യം എന്തായാലും കൺഫേംഡ് ആണ്. പിന്നെ ബേസിക്കലി ഞാൻ പറഞ്ഞു TUV 300 തന്നെ ആയിരിക്കും ഈ ഒരു വാഹനം ബേസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ എക്സ്പെക്റ്റഡ് പ്രൈസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 8 lakhs സ്റ്റാർട്ട് ചെയ്ത് 10 lakhs വരെ പോകാനാണ്. ഈ വാഹനത്തിൻ്റെ എക്സ്പെക്റ്റഡ് ലോഞ്ച് ഡേറ്റ് ആണെങ്കിലും ഏപ്രിൽ മെയ് ഈ ഒരു ടൈം പീരീഡിലാണ്. ആക്ച്വലി മെയ്യിലായിരിക്കും ഈ ഒരു വാഹനത്തിൻ്റെ ലോഞ്ച് ബേസിക്കലി വരാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇനി ഏപ്രിൽ മെയ്യിൽ വരാൻ പോകുന്ന പുതിയ കാറുകളെക്കുറിച്ചൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിലും മാരുതിയുടെ അപ്കമിങ് കാസിനെ കുറിച്ചൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിലും ഇപ്പോൾ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോസ് എല്ലാം കാണാം. എന്തായാലും നമ്മുടെ ഇന്നത്തെ ടോപ്പ് 4 അപ്കമിങ് കാസിൻ്റെ റിവ്യൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്തേക്കുക. ഇതുപോലുള്ള വാഹനങ്ങളുടെ കൂടുതൽ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനും മറ്റുള്ള ഡീറ്റെയിൽസിനൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കൊടുത്തിരിക്കുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്തേക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.